Hi everyone. Today we are going to read the section the newspaper. We have already done television, radio and the story of messages. If you have not yet watched those videos, do check it out. Today let us learn the newspaper. So some descriptions are given here and some questions also are asked here. കുറച്ച് കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. Let us read. You have seen that the television is one of the most popular mass media. By mass media, we mean the ways in which information can be passed on to a large number of people very quickly. But what is mass media? Mass media is nothing but where you can give information to a great number of people. ഒരുപാട് ആളുകൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് അല്ലെങ്കിൽ ചെറിയ സമയത്തിൽ പെട്ടെന്ന് തന്നെ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ മാസ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ലുക്ക് അറ്റ് ദ ന്യൂസ് പേപ്പർ കൊളാഷ്. വാട്ട് ഡു യു നോട്ടീസ് ഹിയർ? സം ന്യൂസ് പേപ്പർ പേജസ് ആർ ഗിവൺ ഹിയർ. What are the things that you could understand or see in this collage? Lots of news are there. Its headlines are there, right? So some questions are asked there. Do you have the habit of reading the newspaper regularly? Do you really get up early in the morning and read newspaper? എന്നും രാവിലെ പതിവായിട്ട് ചൂടോടെ വാർത്തകൾ വായിച്ചറിയുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? സം പീപ്പിൾ നീഡ് ന്യൂസ് പേപ്പർ ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് ദേ സംടൈംസ് വെയിറ്റ് ടു ഗെറ്റ് ദ ന്യൂസ് പേപ്പർ. ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അല്ലേ, ദിവസവും രാവിലെ ചായൻ്റെ കൂടെ ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലമുള്ള ആളുകളുണ്ടാകും. അതുപോലെ തന്നെ വാട്ട് കൈൻഡ് ഓഫ് ന്യൂസ് ഐറ്റംസ് ഡു യു റീഡ് വെൻ യു ഗെറ്റ് എ ന്യൂസ് പേപ്പർ? നിങ്ങൾക്കൊരു ന്യൂസ് പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആദ്യം വായിക്കുന്ന ന്യൂസ് ഏത് ടൈപ്പ് ഓഫ് ന്യൂസാണ്? ഫസ്റ്റ് വെൻ യു ഗെറ്റ് എ ന്യൂസ് പേപ്പർ, സം പീപ്പിൾ just read the headlines and leave the newspaper there. Some people go for the death page. ചരമക്കോളാണ് ചില ആളുകൾ പെട്ടെന്ന് വായിക്കാൻ പോവുക. Some people prefer sports pages. Some people prefer editorial. Some people check for educational pages, and it depends on the people what they prefer to read. ആളുകൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് എഡ്യൂക്കേഷണൽ പേജോ എഡിറ്റോറിയലോ സ്പോർട്സ് പേജോ ചരമക്കോളോ ഏതാണോ അവർക്ക് ഇഷ്ടം അത് പ്രിഫർ ചെയ്യും. സോ വാട്ട് ഡു യു ഫസ്റ്റ് റീഡ് വെൻ യു ഗെറ്റ് എ ന്യൂസ് പേപ്പർ ഇസ് ദ ക്വസ്റ്റ്യൻ. Do you make a collection of news items? Some people who are very much concerned about the things that takes place around them make a collection of newspaper pages or newspaper cuttings. ചില ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കാര്യങ്ങൾ കട്ട് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുന്ന ശീലമുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ളവരിൽ പെട്ടതാണോ എന്നാണ് ചോദിക്കുന്നത്. So let us read the newspaper. The world moves very fast and events happen very quickly in every sphere of life. People keep in close touch with the latest developments by reading newspaper. The newspaper is the pioneer in the field of mass media. The first newspaper was published in Britain in 1702. It became popular only in the 1890s. Nowadays, the newspaper has become almost as necessary as food and clothing. So what is this first paragraph talking about? It is nothing but it is about newspaper. മറ്റു പല മീഡിയകളുടെയും കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ന്യൂസ് പേപ്പറിന് എന്നും വളരെ വലിയ പ്രാധാന്യമാണ് നമ്മളുടെ സംസ്കാരത്തിലും നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലും ഉള്ളത്. അപ്പം വേൾഡ് മൂവ്സ് വെരി ഫാസ്റ്റ് ആൻഡ് ഈവൻറ്റ്സ് ഹാപ്പൻ വെരി ക്വിക്ക്ലി ഇൻ എവറി സ്ഫിയർ ഓഫ് ലൈഫ്, റൈറ്റ്? ജീവിതത്തിൻ്റെ എല്ലാ നാനാവിധ സ്ഫിയറുകളും വളരെ ഫാസ്റ്റായിട്ടും വളരെ
പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പീപ്പിൾ കീപ്പ് ഇൻ ക്ലോസ് ടച്ച് വിത്ത് ദ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് ബൈ റീഡിങ് ന്യൂസ് പേപ്പർ വായിച്ചിട്ടാണ് നമ്മുടെ ചുറ്റുവട്ടവും നടക്കുന്ന പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. The newspaper is the pioneer in the field of mass media. മാസ് മീഡിയയുടെ തുടക്കക്കാരൻ എന്ന് പറയുന്നത്, പ്രീഡിസസർ അല്ലെങ്കിൽ പയനിയർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ന്യൂസ് പേപ്പറാണ്. ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ വാസ് പബ്ലിഷ്ഡ് ഇൻ ബ്രിട്ടൻ ഇൻ 1702. 1702 ആദ്യമായിട്ട് ബ്രിട്ടനിൽ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്തത്. ഇറ്റ് ബിക്കെയിം പോപ്പുലർ ഓൺലി ഇൻ ദ 1890s. എങ്കിലും ഇത് പോപ്പുലർ ആവുന്നത്, ഇത് വളരെയധികം പ്രശസ്തി ആർജിക്കുന്നത് 1890s. Nowadays, the newspaper has become almost as necessary as clothing. Almost as necessary as clothing and food. Okay, ഭക്ഷണവും വസ്ത്രവും എത്ര ഇമ്പോർട്ടൻ്റ് ആണോ, എത്ര പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ അർഹിക്കുന്നുണ്ടോ, അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂസ് പേപ്പർ. The primary function of the newspaper is to provide news of all kinds. അപ്പം ന്യൂസ് പേപ്പറിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് ന്യൂസ് ഓഫ് ഓൾ കൈൻഡ്സ്. എല്ലാ വിധത്തിലുള്ള വാർത്തകളും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ന്യൂസ് പേപ്പറിൻ്റെ പ്രൈമറി ഫങ്ഷൻ. Millions of copies are printed, read and discussed every day in our country. നമ്മുടെ രാജ്യത്ത് ഒരു ദിവസം തന്നെ മില്യൺസ് ഓഫ് കോപ്പീസാണ് പ്രിൻ്റ് ചെയ്യുന്നതും വായിക്കപ്പെടുന്നതും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതും. ദ സ്റ്റേറ്റ്സ്മാൻ ഈസ് ആങ്ഷ്യസ് ടു നോ ദ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ പൊളിറ്റിക്കൽ സ്പിയർ. ഹു ഈസ് എ സ്റ്റേറ്റ്സ്മാൻ? എ സ്റ്റേറ്റ്മാൻ ഈസ് എ പേഴ്സൺ ഹു ഈസ് ഇൻവോൾവ്ഡ് ഇൻ പൊളിറ്റിക്സ്, എ പൊളിറ്റിക്കൽ ലീഡർ. ഓക്കെ, അപ്പം ഈ രാഷ്ട്രീയക്കാർ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ കാര്യങ്ങൾ അറിയാനായിരിക്കും. സോ ദ സ്റ്റേറ്റ്സ്മാൻ ഈസ് ആങ്ഷ്യസ് ടു നോ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ പൊളിറ്റിക്കൽ സ്ഫിയർ. ദ ബിസിനസ്മാൻ wants correct information about market conditions. The common man has a natural curiosity to know about almost everything in general. അപ്പം സ്റ്റേറ്റ്സ്മാൻ സെർച്ച് ചെയ്യുന്ന ന്യൂസുകൾ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. ബിസിനസ്മാൻ സെർച്ച് ചെയ്യുന്ന ന്യൂസുകൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ കോമൺ മാൻ സെർച്ച് ചെയ്യുന്ന ന്യൂസുകൾ എന്തായിരിക്കും? അവർക്ക് അറിയാനുണ്ടായിരിക്കുന്ന ജിജ്ഞാസ, ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ. ടു നോ എബൌട്ട് ഓൾമോസ്റ്റ് എവറിത്തിങ് ഇൻ ജനറൽ. പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാനുള്ള ജിജ്ഞാസ സാധാരണക്കാർക്ക് ഉണ്ടാകും. A successful newspaper caters to the needs of all kinds of readers, scientists, sportsmen, politicians, businessmen, lawyers and job seekers. അപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ വിധത്തിലുള്ള എല്ലാ ആളുകളുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ന്യൂസ് പേപ്പർ ആയിരിക്കും. അത് സയൻറ്റിസ്റ്റ് ആയിക്കോട്ടെ, സ്പോർട്സ്മാൻ ആയിക്കോട്ടെ, പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, ബിസിനസ്മാൻ ആയിക്കോട്ടെ, ലോയർ ആയിക്കോട്ടെ, ജോബ് സീക്കേഴ്സ് ആയിക്കോട്ടെ, ജോലി അന്വേഷിക്കുന്നവരായിക്കോട്ടെ, ഇവരുടെ എല്ലാം ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ന്യൂസ് പേപ്പർ ആയിരിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ന്യൂസ് പേപ്പർ. Besides being informative, newspapers possess literary value too. They contain articles, commentaries, book reviews, stories, poems, biographies, etc. അപ്പം ന്യൂസ് പേപ്പറിൻ്റെ കൂടെ ഈ വാർത്തകൾ റിലേറ്റഡ് ആയിട്ടല്ലാത്ത സപ്ലിമെൻ്ററികളും ഉണ്ടാവും. അവിടെ എന്താ ഉണ്ടാവുക? പോയിംസ് ഉണ്ടാവും, ഈ ആൾക്കാരുടെ എഴുത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ കമൻട്രീസ് ഉണ്ടാവും, ബുക്ക് റിവ്യൂസ് ഉണ്ടാവും, സ്റ്റോറീസ് ഉണ്ടാവും. കമൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് എനി ഇവൻറ്റ്. ഇപ്പോൾ നമ്മൾ ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ കാണുമ്പോൾ കമൻട്രി പറയാമെന്ന് പറയില്ലേ, അതിൻ്റെ സംഗതി. എന്തെങ്കിലും ഒരു ഇവൻറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ കമൻട്രി എന്ന് പറയുന്നത്. ബുക്ക് റിവ്യൂസ്, സ്റ്റോറീസ്, പോയംസ്, ബയോഗ്രഫീസ്, ഇങ്ങനെ
ലിറ്റററി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനും അത് എന്താ പറയുക, അവർക്കൊരു പ്ലാറ്റ്ഫോമായിട്ടുള്ള ഒരു പേജ് ന്യൂസ് പേപ്പറിലുണ്ടാവും. ചില ദിവസങ്ങൾ അത് ഞായറാഴ്ചകളിലായിരിക്കാം, ഓർ മേ ബി ഇറ്റ് വിൽ ബി ഓൺ സൺഡേസ്. we see it with all the newspaper that we read, right? The editorials and lead articles in a newspaper exert much influence on its readers. അപ്പം I think you must have seen the editorial of the newspaper. ഉൾ പേജിൽ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നതാണ് എഡിറ്റോറിയൽ. ഈ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂസ് പേപ്പറിൽ. ഈ എഡിറ്റോറിയലാണ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗം ന്യൂസ് പേപ്പറിലെ. The editorials and lead articles in a newspaper exert much influence on its readers. They form and mold public opinion. അപ്പം ഈ ലീഡ് ആർട്ടിക്കിളും മെയിൻ ന്യൂസും അതുപോലെ തന്നെ എഡിറ്റോറിയലുമാണ് ആളുകളുടെ ഒപ്പീനിയൻ മോൾഡ് ചെയ്യുന്നത്, അവരുടെ അഭിപ്രായം രൂപീകരിക്കുന്നത് ഈ എഡിറ്റോറിയലാണ്. ഓക്കെ, ബിസിനസ്മെൻ ക്യാൻ അഡ്വർടൈസ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ദസ് റീച്ച് ദെയർ കസ്റ്റമേഴ്സ്. അപ്പം നമ്മളിപ്പം യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് ആഡ് വരുന്നത് പോലെയാണ് ന്യൂസ് പേപ്പറിൽ ആഡ് നമ്മൾ താഴ്ഭാഗത്തോ അല്ലെങ്കിൽ ബാക്കിലൊക്കെ ആയിട്ട് കാണുന്നത്. ഇത് ആളുകൾ അവരുടെ കമ്പനീസിൻ്റെ അല്ലെങ്കിൽ അവരുടെ അഡ്വർടൈസ്മെൻറ്റിലൂടെ ആളുകളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ന്യൂസ് പേപ്പറിലൂടെ അഡ്വർടൈസ്മെൻറ്റ് മീൻ ചെയ്യുന്നത്. The press has a sacred responsibility. Its news and views should be true and impartial. അപ്പോൾ പ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂസ് പേപ്പർ തന്നെ. അപ്പം ഇതിന് ഒരു സീക്രട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സീക്രട്ട് മീൻസ് വിച്ച് ഈസ് വെരി പ്യുവർ, വളരെ പരിശുദ്ധമായ അല്ലെങ്കിൽ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് ന്യൂസ് പേപ്പറിൻ്റേത് അല്ലെങ്കിൽ പ്രസ്സിൻ്റേത്. its news and views should be true and impartial. അപ്പോൾ ഇതിൽ വരുന്ന ന്യൂസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് മസ്റ്റ് ബി ട്രൂ, സത്യമായിരിക്കണം. അതുപോലെ തന്നെ ഇമ്പാർഷ്യൽ ആയിരിക്കണം. വാട്ട് ഈസ് ഇമ്പാർഷ്യൽ? ഇമ്പാർഷ്യൽ മീൻസ് ഏത് ഭാഗത്തും ചായഞ്ഞു പോവാത്തതായിരിക്കണം. ഓക്കെ, ചില ആളുകൾ ചില കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യും, ചില കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും. അപ്പം അങ്ങനെയൊന്നും ചായഞ്ഞു പോവാതെ ന്യൂട്രലായിട്ടുള്ള ഒരു സ്റ്റാൻഡിലായിരിക്കണം. ഓക്കെ, the press also serves as a platform where the reader can express his individual and independent views on any burning issues of the day. അപ്പം പ്രസ് എന്താണ്? ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. എങ്ങനെയുള്ള പ്ലാറ്റ്ഫോമാണ്? നമ്മൾ ഈ വായിക്കുന്ന ആളുകൾക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ കൂടി പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ന്യൂസ് പേപ്പർ. അതും എങ്ങനെയുള്ള കാര്യങ്ങളാണ്? ഇപ്പം സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കത്തിക്കൊണ്ടിരിക്കുന്ന ഇഷ്യൂസിൻ്റെ മേലെ ഈ വായിക്കുന്നവർക്കും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് ന്യൂസ് പേപ്പർ. ദ ന്യൂസ് പേപ്പർ അപ്ഡേറ്റ്സ് അവർ നോളജ് ഓഫ് ദ വേൾഡ് അറൗണ്ട് us. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നത് ന്യൂസ് പേപ്പറാണ്. ഇറ്റ് അപ്ഡേറ്റ്സ്. ഓക്കെ, but we should not blindly believe everything that is printed in the newspaper. പക്ഷെ ന്യൂസ് പേപ്പറിൽ അച്ചടിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അങ്ങോട്ട് വിഴുങ്ങിക്കളയരുത്, അങ്ങനെ തന്നെ അങ്ങോട്ട് വിശ്വസിക്കരുത് എന്നാണ് പറയുന്നത്. ന്യൂസ് സ്റ്റോറീസ് മേ അറ്റ് ടൈംസ് ബി എക്സാജറേറ്റഡ് ഓർ ഡിസ്റ്റോർട്ടഡ്. അപ്പം ചില സമയങ്ങളിൽ ന്യൂസുകൾ, വാർത്തകൾ എക്സാഗറേറ്റ് ചെയ്യപ്പെടാം, അതിശയോക്തിയൊക്കെ കൂട്ടി എന്ന ന്യൂസുകളുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ മേ ബി ഓർ ഡിസ്റ്റോർട്ടഡ് മീൻസ് ഗിവിങ് ഫോൾസ് ഓർ മിസ്ലീഡിങ് ഇംപ്രഷൻ. ഓക്കെ, തെറ്റായ ധാരണകൾ നമുക്ക് ന്യൂസിലൂടെ പ്രിൻ്റഡ് ന്യൂസ് പേപ്പറിലൂടെ കിട്ടാം. അതിപ്പോൾ ന്യൂസ് പേപ്പർ എന്ന് മാത്രമല്ല, വേറെ ഏത് മീഡിയ എടുത്താലും വേറെ ഏത് ന്യൂസ് ചാനൽസ് എടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പം അവർ പറയുന്നത് എന്താണോ അത് മുഴുവനായിട്ട് വിഴുങ്ങിക്കളയരുത് എന്നാണ് പറയുന്നത്. The newspaper has a very significant role in promoting national integration. നാഷണൽ ഇൻ്റഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ന്യൂസ് പേപ്പർ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ the feeling of oneness in every citizen or every individual in a country. ദേശീയ ഏകീകരണം എന്ന് പറയും.
അപ്പം ഈ ദേശീയ ഏകീകരണത്തിൽ ന്യൂസ് പേപ്പർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്നാണ് പറയുന്നത്. സോ ഐ തിങ്ക് ദിസ് ചാപ്റ്റർ ഈസ് ക്ലിയർ ടു യു. ഇഫ് യു ആർ വാച്ചിങ് ദിസ് ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം, please do subscribe, share and comment. Thank you for watching.